അഞ്ച് രാത്രികൾ ഏതാണ്? ഒന്ന് ലൈലത്തെ തർവിയത്തിന്റെ രാത്രിയാണ്. തർവിയത്തിന്റെ രാത്രി എന്നാണ് ഇന്നലെ കഴിഞ്ഞു പോയ രാത്രി. അതുപോലെ ലൈലത്തെ അറഫ രാത്രി വരാൻ പോകുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി വരാൻ പോകുന്ന രാത്രി. ലൈലത്തെ നഹർ പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ രാത്രി. ലൈലത്തുൽ ഫിത്ർ ചെറിയ പെരുന്നാളിന്റെ രാത്രി. ലൈലത്തെ നിസ്ഫി മിൻ ഷഅബാൻ 15ന്റെ രാത്രി. ഈ 5 രാത്രികളെ പരിഗണിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ലം യമുത് ഖൽബുഹു ഹീന തമുത്തുൽ ഖുലൂബ്. ഹൃദയങ്ങളൊക്കെ ചത്തുപോകുന്ന അവസരത്തിൽ മരിക്കാത്ത ഹൃദയം ആ മനുഷ്യനുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വരാൻ പോകുന്ന രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലൈലത്ത് ഈ രാത്രികൾ എന്ന് പറഞ്ഞാൽ 10 ദിവസം, ദുൽഹിജ്ജയിലെ 10 ദിവസത്തെ രാത്രിക്കും പ്രാധാന്യമുണ്ട്, പകലിനും പ്രാധാന്യമുണ്ട്. രാത്രിയുടെ പ്രാധാന്യം കൂടെ ഉൾപ്പെടുത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നാണ് പറഞ്ഞത്. 10 രാത്രികൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് വിശദീകരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 പകലിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോ രാത്രിക്കും പകലിനും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ദുൽഹിജ്ജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തേക്കൊക്കെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നാളെ നമുക്ക് അറഫ ദിനമാണ്. ഓരോരുത്തരുടെയും മത്ലഅ അനുസരിച്ച്, ഉദയാസ്തമയം അനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അറഫ സംഗമമാണ് ഇന്ന് അറഫയിൽ നടക്കുന്നത്. പക്ഷെ നമുക്കിന്ന് അറഫ ദിവസമല്ല, നമുക്ക് ശനിയാഴ്ചയാണ് പെരുന്നാൾ. അതുകൊണ്ട് നമ്മുടെ അറഫ ദിവസം അത് നാളെയാണ്. വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് നമുക്ക് വരുന്നത്. ഈ രാത്രിയെ വളരെയധികം നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ആ രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഈ രാത്രിയെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ മഗ്രിബ് ഇശാ സുബ്ഹ് ജമാഅത്ത് പൂർണ്ണമായ മുതലെടുക്കുക. അത് നഷ്ടപ്പെടരുത്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരിക്കലും നഷ്ടപ്പെടരുത്. അപ്പൊ ഇന്നത്തെ മഗ്രിബും ഇശാവും സുബ്ഹും ജമാഅത്ത് അത് നിർബന്ധമായിട്ടും പങ്കെടുക്കും എന്ന ഒരു തീരുമാനം ഉണ്ടായാൽ തന്നെ പകുതി നമുക്ക് കിട്ടി. രാത്രിയെ പകുതി നമ്മൾ ഹയാത്താക്കിയതുപോലെയായി, നമുക്ക് കിട്ടിയതുപോലെയാണ്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവാണ്. 2 സന്തോഷമാണ് വരുന്നത്. ഒന്ന് വെള്ളിയാഴ്ച രാവുമാണ്, മറ്റൊന്ന് അറഫ രാവുമാണ്. അപ്പോൾ ഇരട്ടി മധുരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ചകളിലൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ നമ്മൾ ദിക്റൽക്കം സ്വലാത്തൊക്കെ ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കണം. ഇനി അതിന് കഴിയാത്തവരോ തിരക്കുള്ളവരോ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ചെയ്യണം. നിർബന്ധമായും ഇന്നത്തെ രാത്രി ഒരു കാരണവശാലും വിട്ട് കളയാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന അപൂർവമായ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വെള്ളിയും അതുപോലെ തന്നെ അറഫയും ഒരുപോലെ വരിക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട രാത്രിയാണ്. അത് നമ്മൾ പരിഗണിക്കണം. മറ്റൊന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും സുന്നത്തുള്ളത് ഫഅക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീരി വത്തഹ്മീദ്. നിങ്ങൾ തക്ബീർ ചൊല്ലണം, തഹ്മീദ് ചൊല്ലണം, തഹ്ലീൽ ചൊല്ലണം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ് അത് പരിഗണിച്ചുകൊണ്ട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ വളരെ ശ്രേഷ്ഠമായ രാത്രിയാണ്. ധാരാളം ചൊല്ലിത്തീർക്കണം. ഈ ദിക്റിന് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇബ്രാഹിം നബിയുമായി ഒരു കണക്ഷൻ ഉണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ,
സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. സ്വർഗത്തിന്റെ വിവരണമൊക്കെ നൽകിയിട്ട് പറഞ്ഞു, ആ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ പ്ലാന്റേഷനാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്ത ഒരു ദിക്ർ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും അത് വർദ്ധിപ്പിക്കണം. പിന്നെയോ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നതോ അത് കൻസുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ രണ്ട് ദിക്റും പ്രധാനമായും ഇന്നത്തെ രാത്രിയിൽ ഒരുപാട് ചൊല്ലിത്തീർക്കണം. നാളത്തെ പകൽ അത് ഒരു വർഷത്തെ ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠമായ പകലാണ്. ഒരു വർഷത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദറാണ്. ആ ലൈലത്തുൽ ഖദർ റമദാനിൽ ഏത് രാത്രിയാണ് എന്ന് നിശ്ചയമില്ല, ഏത് രാത്രിയാണ് 30 ദിവസത്തിലേന്ന്. പക്ഷെ നാളത്തെ പകൽ അങ്ങനെയല്ല. അത് നാളത്തെ പകലിനുള്ള ശ്രേഷ്ഠത നാളെ ഫിക്സഡ് ആണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെയാണ് എന്ന് വെളിവാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ അവസ്ഥ എന്താല്ലേ, ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് ആരാധിക്കുന്നത് പോലെ, ലൈലത്തുൽ ഖദറിനെ പരിഗണിക്കുന്നത് പോലെ നാളത്തെ പകലിനെ, അറഫയുടെ പകലിനെ എത്ര ആളുകൾ പരിഗണിക്കാറുണ്ട്, ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണെന്നാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഗ്രന്ഥകാരന്മാരും മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നിന്നുള്ള പലരും ഈ ദിവസത്തെ വിട്ടുപോകുന്നു എന്ന്. അപ്പൊ നമുക്കത് നഷ്ടപ്പെടാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വർ-റൂഹ് എന്നാണ് പറഞ്ഞത്. ഏത് ദിവസം? ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞെടുത്ത്. എന്നാൽ ഇന്നല്ലാഹ തബാറക വ തആല യൻസിലു ഇലാ സമാഇ ദുനിയ, അറഫ ദിവസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തന്നെ ഇങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. വരുമെന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് അടുക്കും എന്നർത്ഥം. വന്നെ നേരിട്ട് വരിക, മറ്റേത് മലക്കുകൾ അയക്കുക ചെയ്യുന്നത്. അവ എത്രമാത്രം പ്രാധാന്യമുണ്ട്. നാളത്തെ ദിവസത്തെ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ അതിപ്രധാനമായത് ഒന്ന്, നാളെ സുബ്ഹ് മുതൽ തന്നെ മുഖയ്യദായ തക്ബീർ എന്ന് പറയും. ആ തക്ബീർ തുടങ്ങുന്ന ദിവസമാണ്. അത് വലിയ പെരുന്നാളിന് മാത്രമേ ഉള്ളൂ. നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലും. ദിക്റിന്റെ ഒക്കെ മുന്നേ ആയിട്ട് അത് ഫർദ് നിസ്കാരം, ഖളാ വീട്ടുന്നതാവാം, സുന്നത്ത് നിസ്കാരമാവാം, മയ്യിത്ത് നിസ്കാരം, ഏതാണെങ്കിലും അറഫ ദിവസത്തെ സുബ്ഹ് മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അവസാനത്തെ ദിവസം, അതാണ് നമ്മൾ വലിയ പെരുന്നാളിന്റെ 1, 2, 3, 4 നാലാമത്തെ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം കഴിയുന്നത് വരെ, മഗ്രിബ് വരെ എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്. ആ ദിവസം വരെ മഗ്രിബിനോട് അടുത്ത ആ സമയം, മഗ്രിബ് ആവുന്നതോടെ കഴിയും, ആ സമയം വരെ എല്ലാ നിസ്കാര ശേഷവും ദിക്റിന് മുമ്പേ ചൊല്ലണം. പിന്നെ മുർസലായ തക്ബീർ, അത് പെരുന്നാളിന്റെ മഗ്രിബ് മുതൽ നമ്മൾ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെ എപ്പോഴും ചൊല്ലാം. അത് 2 പെരുന്നാളിനുമുണ്ട്. മുഖയ്യദായ തക്ബീർ നാളെ സുബ്ഹ് മുതൽ തുടങ്ങും. മറ്റൊന്ന് അതിപ്രധാനമായത് നോമ്പനുഷ്ഠിക്കുക എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപവും വരാനുള്ള ഒരു വർഷത്തെ പാപവും ഈ നോമ്പ് കൊണ്ട് പുറത്തു കിട്ടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ എല്ലാവരും നോമ്പനുഷ്ഠിക്കണം. 9 ദിവസം നമ്മൾ വിട്ടുകളഞ്ഞു, നമ്മളൊക്കെ മടിയന്മാരാണ്. അതുകൊണ്ട് അപ്പൊ 9 ദിവസം വളരെയധികം, ഈ ദിവസം 8 ദിവസം ഇന്നടക്കം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അതൊക്കെ നമുക്ക് എടുക്കാൻ പലപ്പോഴും നമുക്ക് മടിയാ. എന്നാൽ സ്വഹാബത്തെ കിറാമിന്റെ ചരിത്രത്തിൽ കാണാം, കാന കസീറും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമൂന മിൻ അവ്വലി ദിൽ ഹിജ്ജത്തി വമിൻഹും ഇബ്നു ഉമർ വമിൻഹും ഇബ്നു അബ്ബാസ്. വലിയ വലിയ മഹാമേരുക്കളായ റസൂലുള്ളാഹിന്റെ സഹചാരികളായ മഹാന്മാരായ സ്വഹാബത്തെ കിറാമിൽ നിന്ന് പ്രമുഖർ എല്ലാം ഈ 9 ദിവസവും നോമ്പെടുക്കുമായിരുന്നു എന്ന്. അവരൊക്കെ എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു, എന്നിട്ടും നമുക്ക് ബോധം വരുന്നില്ല. അപ്പൊ നാളത്തെ നോമ്പ് ഒരാളും നഷ്ടപ്പെടുത്തരുത്. അത് നാളെയുടെ പകലിന്റെ ശ്രേഷ്ഠത കണക്കിലെടുത്ത് തന്നെ അത് നോമ്പനുഷ്ഠിക്കണം. ഇനി ഖളാ ആയി പോയവരുണ്ട് എങ്കിൽ അതുകൂടെ നിയത്ത് ചെയ്താൽ ആ ഖളാ വീടുകയും ചെയ്യും. അപ്പൊ ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്, ഒരാളും നഷ്ടപ്പെടുത്തി കളയരുത്. മറ്റൊന്ന് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തെ ദുആയാണ്. അന്ന് കരഞ്ഞ് ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നരകമോചനം നൽകുന്ന ദിവസമാണ് അറഫ ദിവസം. ആ നരകമോചനം കിട്ടുന്നത് കണ്ട് ശൈത്താൻ ചൂളിപ്പോവുകയും ദേഷ്യപ്പെടുകയും നിന്ദ്യനായി പോവുകയും ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നാളത്തെ പകൽ അത്രയും നമ്മൾ പരിഗണിക്കേണ്ട പകലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും സമയം ഉണ്ടാവില്ല, തിരക്കിലേക്ക് പോകും. അപ്പോൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഒരു യാസീൻ ഓതി അല്ലേ, കുറച്ച് ദിക്റൊക്കെ ചൊല്ലി വേണ്ടേ, വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റൊക്കെ ഒരല്പം ദിക്റൊക്കെ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ പകലിനെ തന്നെ അങ്ങ് ധന്യമാക്കി കളയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും സംബന്ധിക്കണം. നാളത്തെ നോമ്പ് ഒരാൾ വിട്ട് കളയരുത്. ഇന്നത്തെ രാത്രിയെ വളരെയധികം പരിഗണിക്കുകയും ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണമൊക്കെ ആയിട്ട് കുറച്ച് സമയമെങ്കിലും എല്ലാ ആളുകളും അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു നമുക്ക് എല്ലാ ഖൈറാത്തുകളും പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. റഹീമായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മൾ പറഞ്ഞത് കേട്ടത് എല്ലാം സ്വീകരിച്ചതിന്റെ മിഥിൽ സവാബ് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട ആരൊക്കെയുണ്ട് അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്ക് ദുആ മാത്രമാണ് കൊടുക്കാനുള്ളത്. അല്ലാഹു അവരെ ഖബർ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, പടച്ചോനെ, ഞങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും അവർക്കും ദീർഘായുസ് നീ ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ആഖിബത്ത് നന്നായിട്ടുള്ള മരണം സാധ്യമാക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളെ തൊട്ട് കാവലേകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹ് ജമാഅത്തിനെത്തി ഈ ക്ലാസും കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നല്ല ഖൈർ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. നീ ആജിലായ ശിഫാഹ് നൽകണേ അല്ലാഹ്. കടബാധ്യതകളുണ്ട്, വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്ത് നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്. ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും ഇന്നത്തെ ദിവസത്തിന്റെ രാത്രിയുടെ ഒക്കെ മഹത്വം മനസ്സിലാക്കി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ سيدنا محمد وآله وسلم. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.